ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം. ബിഗ് ബോസിൽ അനിമോൾ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടും, അതുപോലെ ഇമോഷൻസ് വരുമ്പം അത് മുഖത്ത് പ്രകടിപ്പിക്കും, കരയുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഒരാളാണ് അനിമോൾ. അപ്പം അനിമോൾ ജീവനും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിൻ്റെ പേരിൽ അനിമോൾ ഇന്നലെ സ്റ്റോർ റൂമിൽ പോയിരുന്ന് കരയുകയും പൊട്ടിക്കരയുകയൊക്കെ ചെയ്യാനെന്ന് കണ്ടത്. അതിൻ്റെ ഒരു അവസാനം ജീവൻ പോകാറായപ്പോഴത്തേക്ക് അനിമോളെ വിളിച്ചിട്ട് അനിമോൾക്ക് കൈ കൊടുത്തപ്പം അനിമോൾ കൈ കൊടുക്കുന്നൊരു ഭാഗമാണ് കാണുന്നത്. അന്നേരം അനിമോളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട് മുഖത്ത്, അത് വ്യക്തമായിട്ട് കാണാം. അനിമോൾ നന്നായിട്ട് കരയാൻ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. എന്നാലും ഒട്ടും കരയാതെ അനിമോൾ വളരെ ഇതായിട്ട് ഷെയ്ക്കാൻ്റെയൊക്കെ കൊടുത്ത് കൈയൊക്കെ കൊടുത്ത് അവർ തമ്മിൽ നല്ല സ്നേഹത്തോടെയാണ് പിരിയുന്നത് അവസാനം. അപ്പോൾ അനിമോളുടെ ഉള്ളിൽ അങ്ങനെ ആരോടും ഒരു ദേഷ്യ വൈരാഗ്യമൊന്നും ഇല്ല. വേണമെങ്കിൽ അനിമോൾക്ക് അത് വേണമെങ്കിൽ ഒരു വലിയ കണ്ടൻ്റാക്കി മാറ്റായിരുന്നു. പക്ഷെ അനിമോൾ അങ്ങനെ ഒരു കണ്ടൻ്റാക്കി മാറ്റണമെന്ന് വിചാരിച്ചിട്ടില്ല. അനിമോൾ അങ്ങനെ ചെയ്തതുമില്ല. അനിമോളുടെ ആ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനിമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവ രീതിയാണ് അതിലൂടെ വ്യക്തമാകുന്നത്. വേണമെങ്കിൽ അനിമോൾക്ക് അതൊരു വലിയൊരു കണ്ടൻ്റാക്കി മാറ്റാൻ പറ്റുന്നൊരു കാര്യം തന്നെയായിരുന്നു ജീവനുമായിട്ടുള്ള പ്രശ്നം. പക്ഷേ അനിമോൾ അതെല്ലാം മറന്നുകൊണ്ട് ജീവനെ കൈ കൊടുക്കുകയും സ്നേഹത്തോടെ സംസാരിച്ച് പോവുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അനിമോൾ സ്റ്റോർ റൂമിൽ പോയി പൊട്ടി കരയുന്നുമുണ്ട്. അങ്ങനെ അനിമോളുടെ ആ ഒരു മനസ്സിലെ വിഷമങ്ങൾ അനിമോൾ ഒറ്റയ്ക്ക് അവിടെ പോയി കരയുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അനിമോൾക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ അനിമോൾ കരയും. അത് അനിമോളുടെ ആ ഒരു സ്വഭാവ രീതിയാണ്.